വീണ്ടും അണ്ണനും തമ്പിയും ഒന്നിക്കുകയാണ്. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. TASS റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും റഷ്യയും തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണ്. എന്തിനാണെന്നല്ലേ പറഞ്ഞുതരാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് പുതിയ യുദ്ധവിമാന മോഡലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. MiG-21, Su-30 MKI എന്നിവയുടെ നിർമ്മാണത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമായി പോവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ പരാമർശം ഇരു രാജ്യങ്ങളുടെയും സാങ്കേതിക കൈമാറ്റം, ലൈസൻസ് ഉള്ള ഉൽപാദനം, യുദ്ധ വ്യോമയാനത്തിലെ സഹവികസനം എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടി ഒരു റെക്കോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധങ്ങൾ വളരെ സുഖകരമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ഈ അന്തരീക്ഷം അടുത്ത തലമുറ പ്ലാറ്റ്ഫോമുകളിലേക്ക് മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നുമാണ് HAL വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇൻഡോ റഷ്യൻ സഹകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി Su-30 MKI പ്രോഗ്രാം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ലൈസൻസിന് കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 200-ലധികം Su-30 MKIകളാണ് ആഭ്യന്തരമായി നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ നാസിക് യൂണിറ്റിനെ ഒരു പ്രധാന യുദ്ധവിമാന അസംബ്ലി ലൈനാക്കി മാറ്റിയതിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഇന്ത്യൻ അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഏറ്റെടുത്ത ഏവിയോണിക്സ് ആയുധങ്ങൾ, ടാർഗറ്റിംഗ് പോഡുകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് സമാന്തരമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൂടെ റഷ്യൻ എഞ്ചിനീയർമാരും ചേർന്ന് നിരവധി നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ നാസിക് 15 അധിക Su-30 MKIകൾക്കായുള്ള കരാറുമായി പ്രവർത്തനം തുടരുകയാണ്. സെൻസറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ആയുധ അനുയോജ്യത എന്നിവയിലെ മെച്ചപ്പെടുത്തലുകൾ ഈ നവീകരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് കുറഞ്ഞത് 2050 വരെ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ കേന്ദ്ര ബിന്ദുവായി തുടരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. റഫേൽ ഏറ്റെടുക്കലുകളിലൂടെയും തേജസ് AMCA പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെയും ഇന്ത്യ വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കുമ്പോഴും റഷ്യ എന്ന പങ്കാളിയെ ഒരു വിശ്വസനീയ പങ്കാളിയായി നിലനിർത്താനുള്ള തന്ത്രപരമായ ഉദ്ദേശത്തെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം തുറന്നു കാട്ടുന്നത്. ഇതൊക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ടെങ്കിലും 5ാം തലമുറ യുദ്ധശേഷികൾ നേടുന്നതിനോടൊപ്പം തന്നെ ആശ്രിതത്വം കുറയ്ക്കുന്നതിനുള്ള വലിയ നീക്കമായ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും ഇന്ത്യ കൂടുതലായി ഊന്നൽ നൽകുന്നുണ്ട്. AMCA തദ്ദേശീയ അഭിലാഷത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും US കയറ്റുമതി നിയന്ത്രണങ്ങൾ പോലെയുള്ള വളർന്നു വരുന്ന നയതന്ത്ര വിഷയങ്ങൾക്കിടയിലും സീരിയൽ ഉൽപാദനത്തിലേക്കുള്ള സമയപരിധി 2030കളിലേക്ക് നീളുമെന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ആഴത്തിലുള്ള സഹകരണം മറ്റ് പാശ്ചാത്യ വിതരണക്കാരെ അമിതമായി ആശ്രയിക്കുന്നതിനുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും. കരാറുകൾ ഇനിയും വരാനുണ്ടെങ്കിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങളിലെ സഹകരണത്തിനുള്ള ഒരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്.